സമൂഹത്തിൽ അറിയാൻ വേണ്ടിയാണ് ഈ കേസെല്ലാം എൻ്റെ പേരിൽ കൊടുത്തുകൊണ്ടിരുന്നത്. വേറെ ആദ്യത്തെ പരിപാടി ഗാർഹിക പീഡനം പറഞ്ഞാണ് കേസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഗീതാകുമാരി പ്രസന്ന. ഇപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ എങ്ങാണ്ടൂന്ന് വന്ന രണ്ട് പെണ്ണുങ്ങൾ കേസ് കൊണ്ട് കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ വരുന്നവരെല്ലാം ആക്ഷേപിക്കുകയായിരുന്നു ഇവരുടെ ആദ്യത്തെ പരിപാടി. ഇനി ഇവർ പോകുന്നുണ്ടെങ്കിൽ, കേസ് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഓരോരുത്തരെ അല്ല കേസ് കൊടുക്കണ്ടേ, എല്ലാവരുടെയും പേരിൽ കൊണ്ടുവന്ന് എൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അവർ മാന്യരാന്ന് പറഞ്ഞുകൊണ്ട് அவங்க കേസ് കൊടുക്കട്ടെ, നല്ലതായിരിക്കും. ഇല്ല സാറേ, കുഴപ്പമില്ല. ഞാൻ ആ മൊത്തം വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് സൈബർ സെൽ ഓഫീസിലോട്ട് ഞാൻ അയച്ചിട്ടുള്ളതാണ്. അത് എൻ്റെ അമ്മ 3 ദിവസമായിട്ട് തെറി വിളിക്കുന്ന. ഇല്ലില്ല, ഫോട്ടോ ഇല്ല. അവർ തെറി വിളിക്കുന്ന വീഡിയോയ്ക്കകത്ത് ആ കൊച്ചു കയറി വന്നതാണ്. അത് ഞാനിപ്പോൾ ക്യാമറ അഴിച്ചുകൊണ്ട് മല്ലപ്പള്ളി പോയതേ ഉള്ളൂ. ഇല്ലില്ല, അവരോട് പറയാം സാറേ, കോടതി കൊണ്ട് കേസ് കൊടുക്കാൻ പറ സാറേ. ഇല്ല, ഞാൻ രണ്ടും ഒരുങ്ങിക്കൊണ്ട് എൻ്റെ അമ്മ നിരന്തരം ശല്യം തന്നെയാണ്. ആ വേറൊരു പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ കൂടെ വന്നായിരുന്നു, അവൾ 5 ദിവസമായിട്ട് തെറിവിളിയാണ്. ഇല്ല സാറേ, ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. ഞാൻ ഇതുകൂടെ കൂട്ടി ഞാൻ വാർത്തയിട്ടേക്കാം. അത് കുഴപ്പമില്ല, നല്ല കാര്യം. ശരി. ഞാനോ എൻ്റെ പിള്ളേരോ, അതായത് ചെറിയുന്ന ബിജുവോ ഞാനോ എൻ്റെ പിള്ളേരോ പല വീട്ടിലോട്ടല്ലോ മായും പൂവും കൂട്ടി അവൾ തെറി വിളിക്കുന്നത്. എന്നെ എൻ്റെ പിള്ളേരെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര തെറി വിളിയാണ്. 3-4 പ്രാവശ്യം, പലതവണ, 3-4 പ്രാവശ്യമല്ല, പലതവണ. അത് വേശപ്രസന്നം വിളിക്കും, അവിടെ മരുമോളം വിളിക്കും, മാളൂന്ന് പറയുന്നോളും വിളിക്കും. നാളെ ഞാൻ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്നപ്പോൾ ഇവിടെ മായും പൂവും കൂട്ടിയാണ് വിളിച്ചേച്ച് ഞാനിവിടെ വ്യഭിചാരമെന്ന് പറയുന്നത്. എൻ്റെ പിള്ളേരെ 2 എണ്ണത്തിനെ കൊല്ലാൻ നിൽക്കുന്നത് കണ്ടത് കൊണ്ടാണെന്ന് ആ കൊല്ലച്ചെറുക്കൻ എൻ്റെ പേരയ്ക്കകത്ത് അവൻ്റെ പേര് കൊണ്ടുവന്നിട്ട് തോടമല പൊന്നി ചട്ടം കുഞ്ഞുവനെ എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഈ ചരക്കാരെയും കൂട്ടി പിടിച്ചുകൊണ്ട് പത്തനംതിട്ട കൺട്രോൾ റൂമിൽ കൊണ്ട് പരാതി കൊടുത്ത് അനാശാസ്യ ബന്ധ അസന്മാർഗിക നടപടി, ഗാർഹിക പീഡനം എന്നും പറഞ്ഞു. ഇവരൊക്കെ ഓരോരുത്തരെ പിടിച്ചു വെച്ച പെരയ്ക്കകത്ത് ഇരുന്നുണ്ടാക്കിയും വെച്ച് എനിക്കാ കടക്കപ്പുറത്ത് ഇല്ലാത്ത. ഞാൻ അവന് വർക്കായിരുന്ന കന്നുകാലികളെയെല്ലാം നടു തളർത്തി കൊന്നു. പല പ്രാവശ്യം പല ദ്രോഹങ്ങളും ചെയ്തിട്ട് ഒന്നും അടങ്ങില്ല. ഞാൻ ഇവരാരോടെ തീറ്റ വിളിക്കാനും പോയിട്ടില്ല, ഇവരാരും ഒന്നും ദ്രോഹിക്കാനും പോയിട്ടില്ല, തെറി വിളിക്കാനും പോയിട്ടില്ല. ഇവര് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. വേശപ്രസന്നയുടെ മോനാണ് ഈ നാശത്തിന്റെ തുടക്കം തുടങ്ങി. പിള്ളേരെ ശല്യം ചെയ്ത് വീട് കത്തിച്ചു, വഴിയിലിട്ട് അടുപ്പിച്ചു, പോകുന്ന വഴിക്കെല്ലാം ഇട്ട് അടുപ്പിയില് 2-3 പ്രാവശ്യം വഴിയിലിട്ട് അടുപ്പിച്ചു. അന്നേരം ഒന്നും ഞാൻ ആരോടും ഒന്നിനും പോയിട്ടില്ല. ഇവര് ചെയ്യുന്നതുമില്ല, കാണിക്കുന്നില്ല. ഇവർക്കില്ല, ഇപ്പൊ എല്ലാം മൂടി വെക്കണം. പോലീസുകാരുടെ സപ്പോർട്ട് 3 വർഷം കഴിഞ്ഞു. 2021 ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്ത FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ 4 വർഷമായി. ഇതുവരെ പോലീസുകാർക്ക് ആർക്കും അനക്കമില്ല. ഇവരെ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. കഞ്ചാവ് കച്ചവടം ചെയ്താലും വ്യഭിചാരം ചെയ്താലും കള്ളനോട്ട് അടിച്ചാലും അവരെ സംരക്ഷിക്കുക. മറ്റുള്ളവർ മുഴുവൻ തെറ്റുകാരും. ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് 2 കുടുംബത്തിന് 10 വ്യക്തികൾ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് വല്ലതും ചെയ്തിട്ടുണ്ട് അവർക്ക്? ഞാൻ എന്താ അവരോട് ചെയ്തത്? അവർക്ക് എന്താ കൊടുക്കാനുള്ളത്? എന്താ അവരോട് ചെയ്തത്? ഒരു കാര്യത്തിന് പോയിട്ടുള്ളൂ. എന്തിനാ അവളെ വഴിയിലിട്ട് അടുപ്പിച്ചു? അവള് സിയുടെ മുന്നിൽ, അതായത് കീഴായിപ്പൂര് സർക്കിള് വിപിൻ ഗോപിനാഥ് സാറിന്റെ മുന്നിൽ വെച്ച അവള് വെല്ലുവിളിച്ചേ. അടുപ്പിച്ചെങ്കിൽ കണക്കായിപ്പോടെ അമ്മക്ക് തൂത്തോളം. പിന്നെ കഴിഞ്ഞ ദിവസം അവള് പറഞ്ഞു അടുപ്പിച്ചെന്നാലേ ഉള്ളൂ. അവളിപ്പോ അമ്മക്ക് തൂത്തോട്ട്. ഞങ്ങൾക്ക് ജീവിച്ചാ, ഞാൻ വ്യവഹരിക്കാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ജീവിച്ചാ പറ്റും. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് മാനം മര്യാദയ്ക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. ബിജുവിനെ വഴിയിലിട്ട് അടുപ്പിച്ചു. എന്ത് കാര്യത്തിന്? പൊന്നിക്ക് വല്ലതും കൊടുക്കാനുണ്ടോ? പൊന്നിയും പ്രസന്നയും കൂടെ കയറിയിരുന്ന ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ കട്ടുകൊണ്ട് തിന്നു. കട്ടുകൊണ്ടായിരുന്നു. പൊന്നിയാണ് ഇതിന്റെ സൂത്രധാരകം മുഴുവൻ. ഈ പെരയ്ക്കകത്തിരുന്ന് മുഴുവൻ കയറിയിരുന്ന് നാശം ഉണ്ടാക്കിയത് മുഴുവൻ തോടം പൊന്നിയാണ്. പൊന്നിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രസന്നെ കൂട്ടി. എന്നിട്ട് ഓരോരുത്തരം ചട്ടം കുഞ്ഞുമോനെ, ലാൽജിയെ എല്ലാവരും ഇവർ തന്നെയാണ് കൂട്ടിയത്. ചട്ടം കുഞ്ഞാൻ കയറ്റി വെച്ച് വ്യഭിചാരം കഴിഞ്ഞ് വെച്ച് എനിക്ക് വരെ കിടക്കും. ചട്ടം കുഞ്ഞാൻ വിളിച്ചെടുത്ത് ഞാൻ ചെന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് നാശം മുഴുവൻ ഉണ്ടായത്. അവൻ പലയിടത്ത് പല വഴിക്ക് വിളിച്ചു. അവൻ്റെ അനിയന്മാരുടെ വീട് ഇവിടെ